Good morning everyone. Hope you all are keeping safe. Today we are going to learn the last chapter from our geography text, chapter 8, India, climate, vegetation and wildlife. From this map you can see the different types of vegetation found in different parts of the country. First of all, we will learn about the difference between weather and climate. Okay, what is weather? Atmospheric conditions of a particular place at a particular time are called weather, or it is the day-to-day changes of the atmosphere. വെതർ റിപ്പോർട്ട് നമ്മൾ ഡെയിലി ആണ് പറയുന്നത് അല്ലേ. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ് ഓഫ് എ പർട്ടിക്കുലർ പ്ലേസ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ആർ കോൾഡ് വെതർ. And what is climate? Climate is the average weather conditions over a long period. Average weather conditions over a long period of time are termed as climate. So, this is a difference between weather and climate. It includes changes in temperature, rainfall and sunshine, etc. For example, as such, it may be hot or cold, sunny or cloudy, windy or calm, etc. You must have noticed that when it is hot continuously in several days, you don't need any warm clothing. You also have to eat or drink cold things. In contrast, there are days together you feel cold without woolen clothes when it is very windy and chilly. You would like to have something hot to eat. നമുക്കറിയാം ചില ദിവസങ്ങൾ ഭയങ്കര ചൂടുള്ള ദിവസം അല്ലെങ്കിൽ ചില കണ്ടിന്യൂസ്ലി ചില ടൈം ഭയങ്കര ഹോട്ട് ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അപ്പം ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ ഇതൊരു സമ്മർ സീസണിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് അല്ലേ. ഭയങ്കര ചൂടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്നാൽ ചില സമയം ഭയങ്കര തണുപ്പായിരിക്കും. ആ സമയത്ത് നമുക്ക് വൂളൻ ക്ലോത്ത്സ് ആയിരിക്കും നമ്മൾ ധരിക്കുന്നത്. അപ്പം നമുക്ക് ഹോട്ടായിട്ടുള്ള ഭക്ഷണ സാധനങ്ങളായിരിക്കും കഴിക്കുന്നത്. Broadly, the major seasons recognized in India are: first one, cold weather season or winter season, that is from December to February. Second one, hot weather season or summer, March to May. Third one, southwest monsoon season or rainy, June to September. The last one is season of retreating monsoon or autumn season, October and November. First, we are going to study about cold weather season or winter season. During the winter season, the sun rays do not fall directly in the region. As a result, the temperatures are quite low in northern India. വിൻ്റർ സീസണിൻ്റെ പ്രത്യേകത എന്താണ്? ഡയറക്റ്റായിട്ട് സൺറൈസ് നമുക്ക് ഭൂമിയിലേക്ക് വീശത്തില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ ലോ ആയിരിക്കും. Second one, hot weather season or summer. In the hot weather season, sun rays more or less directly fall in this region. Temperatures become very high. Hot and dry winds called Lu blow during the day. സമ്മർ സീസണിൻ്റെ പ്രത്യേകത എന്താണ്? ടെമ്പറേച്ചേഴ്സ് അല്ലെങ്കിൽ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് ഭൂമിയിലേക്ക് വീശുന്നു. ടെമ്പറേച്ചർ ബിക്കംസ് വെരി ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും. ഈ ഡേ ടൈമിൽ അടിക്കുന്ന പ്രത്യേകതരം വിൻഡാണ് ലൂ വിൻഡ്. ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡ്സ് കോൾഡ് ലൂ ബ്ലോ ഡ്യൂറിങ് ദ ഡേ ടൈം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ദ ഡിഫറൻസ് ബിറ്റ്വീൻ വെതർ ആൻഡ് ക്ലൈമറ്റ്, ഡിഫറെൻറ്റ് സീസൺസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പം ഫസ്റ്റ് വൺ നമ്മൾ പഠിച്ചത് വിൻ്റർ സീസൺ ആണ്. സെക്കൻഡ് വൺ സമ്മർ സീസൺ. നെക്സ്റ്റ് ദ തേർഡ് വൺ ഈസ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ ഓർ റെയിനി സീസൺ. This season is marked by the onset and the advance of monsoon. നിങ്ങൾക്കറിയാമോ വാട്ട് ഈസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. മൺസൂണിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഫാർമേഴ്സ് കൃഷി ഇറക്കുന്നതും മറ്റും. അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ സീസൺ എന്ന് പറഞ്ഞാൽ മൺസൂണിൻ്റെ കടന്നുവരവാണ്. അതായത് റെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമായിരിക്കും. The winds blow from Arabian Sea and Bay of Bengal towards the land. ഓഷൻ അല്ലെങ്കിൽ സീയിൽ നിന്നും ലാൻഡിലേക്ക് കാറ്റ് വീശുന്ന ടൈമാണ്. ദേ ക്യാരി മോയിസ്ചർ വിത്ത് ദം. അതിൽ അവർ മോയിസ്ചറും കൂടെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു. വെൻ ദീസ് വിൻസ് സ്ട്രൈക്ക് ദ മൗണ്ടൻ ബാരിയേഴ്സ് റെയിൻഫോൾ ഒക്വേഴ്സ്. മൗണ്ടൻ ബാരിയേഴ്സും കടന്ന് ഈ വിൻഡ് നമ്മുടെ ഭൂമിയിലേക്ക് എത്തുന്നു. അങ്ങനെയാണ് മഴ പെയ്യുന്നത്. അപ്പം നമുക്കറിയാം മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര കാറ്റും മഴയും അല്ലേ, ഭയങ്കരമായിട്ടുള്ള മഴ നമുക്ക് ഫീൽ ചെയ്യുന്നു. റെയിനി സീസണാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസൺ അല്ലെങ്കിൽ റെയിനി സീസൺ എന്ന് പറയുന്നത്.
റെയിനി ആയിരിക്കും. ലാസ്റ്റ് വൺ സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ ഓർ ഓട്ടം സീസൺ. മൂവ് ബാക്ക് ഫ്രം ദ മെയിൻലാൻഡ് ടു ദ ബേ ഓഫ് ബംഗാൾ. നമുക്കറിയാം ഈ ടൈമിൽ വിൻഡ് എവിടേക്ക് പോകുന്നു, തിരിച്ചു പോകുന്ന സമയമാണ് സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ എന്ന് പറയുന്നത്. ദിസ് ഈസ് എ സീസൺ ഓഫ് ദ റിട്രീറ്റിംഗ് മൺസൂൺ. The southern parts of India, particularly Tamil Nadu and Andhra Pradesh, receive rainfall in this season. Southern part of India, ഇന്ത്യയുടെ southern പാർട്ടിൽ ഈ ടൈമിൽ റെയിൻഫോൾ കിട്ടും. അപ്പം വിൻഡ് തിരിച്ചു പോകുന്ന സമയമാണ് റിട്രീറ്റിംഗ് മൺസൂൺ അല്ലെങ്കിൽ ഓട്ടം സീസൺ എന്ന് പറയുന്നത്. However, the climate is about the average weather condition which have been measured over many years. So what is climate? It is the average weather condition for a long period of time. The climate of India has broadly been described as monsoon type. So what is the type of climate in India? Monsoon type of climate. Monsoon is taken from the Arabic word mausim, which means season. So what is the meaning of the term monsoon? Season. Due to India's location in the tropical region, most of the rain is brought by monsoon winds. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ക്ലൈമറ്റിക് കണ്ടീഷൻ അനുസരിച്ച് മൺസൂൺ ആണ് ഇന്ത്യയിലേക്ക് മഴയെ കൊണ്ടുവരുന്നത്. അപ്പോൾ അഗ്രികൾച്ചർ ഈസ് മെയിൻലി ഡിപ്പെൻഡഡ് ഓൺ മൺസൂൺ വിൻഡ്സ്. The climate of a place is affected by its location. It is very important. ഒരു പ്രദേശത്തിൻ്റെ ക്ലൈമറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ആ പ്രദേശത്തിൻ്റെ ലൊക്കേഷണൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ ലൊക്കേഷണൽ സ്ട്രക്ചർ അനുസരിച്ചിരിക്കുന്നു. ഓൾട്ടിറ്റ്യൂഡ്, അതായത് അതിൻ്റെ ഉയരം. ഡിസ്റ്റൻസ് ഫ്രം ദ സീയിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ്. ആൻഡ് റിലീഫ്, അതായത് ഉയർച്ച താഴ്ചകൾ അല്ലേ. ഹൈറ്റ് കുറയുക അല്ലെങ്കിൽ എന്താണ് ഏറ്റവും മുകളിൽ നിന്നും ഏറ്റവും താഴേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് റിലീഫ് എന്ന് പറയുന്നത്. Therefore, we experience regional differences in the climate of India. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിഫറെൻറ്റ് റീജിയൻസിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ നമുക്ക് രാജസ്ഥാനിൽ വളരെ ഹോട്ടായിരിക്കും, അതേസമയം ജമ്മു ആൻഡ് കാശ്മീരിൽ കുറച്ച് കോൾഡ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും. അതുപോലെ കോസ്റ്റൽ പ്ലേസസിൽ എന്തായിരിക്കും? മോഡറേറ്റ് ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. ദേ ആർ റാദർ ടു ഹോട്ട് ഓർ നോർ ടു കോൾഡ്. Being on the coast, these places are very humid. Some places are very humid. Mawsynram in Meghalaya receives the world's highest rainfall. ഏറ്റവും കൂടുതൽ റെയിൻഫോൾ കിട്ടുന്നത് എവിടെയാണ്? ഇൻ മൗസിൻഡ്രം ഇൻ മേഘാലയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ചില സമയത്ത് നമുക്ക് പല റീജിയണിലും പല ക്ലൈമറ്റിക് കണ്ടീഷൻ ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഇന്ത്യയുടെ ക്ലൈമറ്റ് മൺസൂൺ ടൈപ്പ് ഓഫ് ക്ലൈമറ്റ് ആണ്. ഇനി ക്ലൈമറ്റ് ഓഫ് ഏതൊക്കെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റഡ് ബൈ ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്? ലൊക്കേഷൻ, ഓൾട്ടിറ്റ്യൂഡ്, distance from the sea and relief. It is also very important. Climate of India is monsoon type of climate. The climate of a place is affected by its location, altitude, distance from the sea and relief features. Okay, അപ്പം നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിമൈൻഡ് ചെയ്യാം. ഫസ്റ്റ് വി ലേൺ അബൌട്ട് വെതർ. The day-to-day changes in the atmosphere is called weather. It includes changes in temperature, rainfall, sunshine, etc. For example, the weather can be hot, cold, sunny, cloudy, windy, calm, etc. അപ്പോൾ വെതർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേ ടു ഡേ ചേഞ്ചസിന് വെതർ കണ്ടീഷൻ എന്ന് പറയുന്നത് മറന്നു പോകരുത്. വെതറാണ് കേട്ടല്ലോ, വെതറിങ് അല്ല, വെതറാണ്. The day-to-day changes in the atmosphere is called weather. It includes changes in temperature, rainfall, sunshine, etc. For example, the weather can be hot, cold, sunny, cloudy, windy, calm, etc. What is climate? Climate is the average weather conditions over a long period of time. What is monsoon? Monsoon word has been derived from the word mausim, which means seasons. It is a climate in which direction of winds changes with changes in seasons. അതായത് എന്താണ്, വിൻഡിൻ്റെ ഡയറക്ഷൻ പല സീസണിലും പല ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുന്നത്. Which are the different type of seasons? Cold weather season or winter, December to February. Hot weather season or summer, March to May. Southwest monsoon season or rainy season, June to September. Season of retreating monsoon or autumn season, October and November.
when the same kind of weather conditions extend for many days, it forms seasons. ഒരേ ടൈപ്പ് ഓഫ് വെതർ കണ്ടീഷൻ കുറേ പീരീഡ് ഓഫ് ടൈമിൽ ഒരേപോലെ നിൽക്കുന്നതാണ് സീസൺസ് പറയുന്നത്. ദർ ആർ 4 ടൈപ്പ് ഓഫ് സീസൺസ്: കോൾഡ് വെതർ സീസൺ, hot weather season, southwest monsoon season, and the season of retreating monsoon. Which winds bring rainfall in India? Why is it so important? Southwest monsoon winds bring rainfall to India. It is so important because agriculture mainly depends upon the rainfall. അപ്പം എന്തുകൊണ്ടാണ് മൺസൂൺ വിൻഡ്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്? ബിക്കോസ് അഗ്രികൾച്ചർ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് റെയിൻഫോൾ. ഫാർമേഴ്സ് മെയിനായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂൺ വിൻഡിൻ്റെ വരവിനെ അനുസരിച്ചായിരിക്കും. മൺസൂൺ കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ അവർക്ക് വളരെ പ്രോഫിറ്റ് ആയിരിക്കും, അല്ലേ? അവരുടെ ഫാമിംഗ് വളരെ പ്രോഫിറ്റബിൾ ആയിരിക്കും. പക്ഷേ മൺസൂൺ അവരെ എന്തെങ്കിലും ലേറ്റ് ആവുകയാണെങ്കിൽ അവരുടെ ഫാമിങ്ങിനെ അതുപോലെ അഫക്റ്റ് ചെയ്യും. സോ മൺസൂൺ വിൻഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ബിക്കോസ് അഗ്രികൾച്ചർ മെയിൻലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദിസ് മൺസൂൺ വിൻഡ്സ്. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് സീസൺസ്? കോൾഡ് വെതർ, ഹോട്ട് വെതർ, സൗത്ത് വെസ്റ്റ് മൺസൂൺ, സീസൺ ഓഫ് റിട്രീറ്റിംഗ് മൺസൂൺ. ഓക്കെ, അപ്പോൾ ഇത്രയും എല്ലാവരും വായിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.